CMA ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഒരുപാട് സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടെങ്കിലും അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ടാക്സേഷൻ ആണ്. രണ്ട് തരം ടാക്സേഷൻ ഉണ്ട്. ഡയറക്റ്റ് ടാക്സും ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഡയറക്റ്റ് ടാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻകം ടാക്സ് ആണ്. ആ ഒരു പേപ്പറാണ് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഈ ഇൻകം ടാക്സിനെ കുറിച്ച് പല ആൾക്കാർക്കും മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. എന്താണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രോബ്ലം പേപ്പറാണ് എന്നുള്ളതാണ് പല ആൾക്കാരുടെയും ധാരണ. ആക്ച്വലി ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഒരു നിയമമാണ്, നിയമം രൂപത്തിലുള്ള സംഭവമാണ്. നിയമങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും തിയററ്റിക്കലാണ്. അപ്പോൾ ജനങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ കുട്ടികളുടെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രോബ്ലം പേപ്പറാണ്, അതുകൊണ്ട് പ്രോബ്ലം ചെയ്യാൻ പഠിച്ചാൽ മതി എന്നുള്ളതാണ്. ആക്ച്വലി അങ്ങനെയല്ല. നമുക്ക് നിയമങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നിയമങ്ങൾ കൃത്യമായിട്ട് അറിയണമെങ്കിൽ നിയമങ്ങൾ കൃത്യമായിട്ട് വായിക്കാൻ നമ്മൾ പഠിക്കണം. അതേപോലെ തന്നെ നിയമങ്ങൾ വ്യാഖ്യാനിക്കാനും പഠിക്കണം. ഇത് രണ്ടും ഓക്കെ ആയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിൽ ക്വസ്റ്റ്യൻ വന്നാലും തിയററ്റിക്കലി ആയാലും പ്രാക്ടിക്കലി ആയാലും ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇൻകം ടാക്സിനെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ നമ്മൾ പ്രൊഫഷണലി പഠിച്ചു പോവുകയാണെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് മുതൽ അതിൻ്റെ കമ്പ്യൂട്ടേഷൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാനും കൂടി പറ്റും. അപ്പോൾ വരുമാനം ഉണ്ടാക്കേണ്ട തരത്തിൽ നമ്മൾ ഇൻകം ടാക്സിനെ തുടക്കം മുതലേ വളരെ കോംപ്രിഹെൻസീവായിട്ടാണ് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ക്ലാസ്സിൽ ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് തിയററ്റിക്കൽ നോളജ് ഉണ്ടാവും, പ്രാക്ടിക്കലി അതെങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതുണ്ടാവും. പിന്നെ നമുക്ക് ഇൻകം ടാക്സിനെ എങ്ങനെ ഉപയോഗിച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കാം. നമ്മൾ എന്ത് കാര്യങ്ങൾ പഠിക്കുന്നതും അവസാനം നമ്മൾ നല്ലൊരു ജോലി കിട്ടാൻ അല്ലെങ്കിൽ നല്ലൊരു ഏർണിങ്സ് ഉണ്ടാക്കാനാണ്. അതിനുള്ള തരത്തിൽ നമുക്ക് കാര്യങ്ങൾ പഠിച്ചു പോകാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് മോഡ്യൂൾ ചെയ്തിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലാസ് റൂമിൽ കാണാം, നേരിട്ട് പഠിക്കാം, അതിനെ ഉപയോഗിക്കാനും പഠിക്കാം.